ലൂസിഫറിനേക്കാളും ഒരുപടി മേളെയായിരിക്കും. തിരിച്ച് കിട്ടുമെന്ന് പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. ഒരു വിഷ്വൽ ട്രീറ്റ് പൃഥ്വിരാജ് എന്നാണോ ഡയറക്റ്റ് ചെയ്തത് ചില സമയങ്ങളിൽ തോന്നിപ്പോകും. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്ത ക്യാരക്ടറിനെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്പോയിലർ അല്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. നമ്മൾ രാവിലെ തന്നെ പ്രിപ്പയർ ആയി ക്യാമറ ചാർജ് ചെയ്യാനിട്ടു. അതുപോലെ തന്നെ നമ്മൾ ഓടിച്ചാടി തുള്ളിയാണ് എമ്പുരാൻ കാണാനായിട്ട് പോയത്. അപ്പോൾ എമ്പുരാൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ രാവിലെ തന്നെ വീഡിയോ ഇടണം എന്നൊക്കെ കരുതിയാണ്. പക്ഷേ നമുക്കതിന് സാധിച്ചില്ല. കാര്യം കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ആ സിനിമയെക്കുറിച്ചൊന്ന് 2-3 വാക്കുകൾ കൂടെ നമുക്കൊന്ന് പോവാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ്, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണ്ടുന്നൊരു സിനിമയാണ്. കൊടുത്ത ക്യാഷിനുള്ളത് തിരിച്ച് കിട്ടുമെന്ന് പോലും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ വന്ന ലൂസിഫർ നമ്മൾ കണ്ടതാണ്. അന്യായ ഗൂസ് ബംസ് വന്നിട്ടുള്ള ആ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണിതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് പൃഥ്വിരാജ് എന്നാണോ ഡയറക്റ്റ് ചെയ്തത് ചില സമയങ്ങളിൽ തോന്നിപ്പോകും. പക്ഷേ ആദ്യത്തെ 2-3-4 സീൻ ഒരു രക്ഷയില്ല, അന്യായ വിഷ്വൽ ട്രീറ്റാണ്, അന്യായ വിഷ്വൽ ട്രീറ്റ്. അത് കണ്ടപ്പോൾ ഞാൻ കരുതി ലൂസിഫർ വേറെ ലെവലായിരിക്കും, അതിൻ്റെ ഇരട്ടിയൊക്കെ ഹൈപ്പ് ഞാൻ പ്രതീക്ഷിച്ച് വെച്ചിരുന്നതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ തോന്നുന്നത്. അപ്പോൾ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ടോ അതല്ല ഇത് ശരിയാണെന്ന് തോന്നിയാൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇത് സ്പോയിലർ അല്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പ്രിപ്പയറായി ക്യാമറ വരെ ചാർജിനിട്ടിട്ട് ഇറങ്ങി പോവുമായിരുന്നു സിനിമ കാണാനായിട്ട്. സിനിമ കണ്ട് വന്ന ഉടനെ നമുക്ക് വീഡിയോ എടുക്കണം, വീഡിയോ എടുത്ത് ഇതിൻ്റെ റിവ്യൂ ഇടണം. അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. കാര്യം ഈ സിനിമ, അതായത് എമ്പുരാൻ എനിക്ക് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിനേക്കാളും ഒരുപടി മേളെയായിരിക്കും. പിന്നെ പൃഥ്വിരാജിൻ്റെ കുറേ ഡയറക്ഷൻ സ്കിൽസ് അതിൽ കാണിച്ചിട്ടുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ ഭാഗം വരുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുരളി ഗോപിയുടെ രാഷ്ട്രീയം, സ്ക്രിപ്റ്റ് അതൊക്കെ അടിപൊളിയാണെങ്കിൽ പോലും അതിനകത്ത് എനിക്ക് തോന്നുന്നത് അവർ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കണം സ്ക്രീൻ പ്ലേക്ക് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോയി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദീപക് ദേവിൻ്റെ മ്യൂസിക് ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ അടിപൊളി മ്യൂസിക്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ഡൗൺ, കൊള്ളത്തില്ല. പിന്നെ നമ്മുടെ എഡിറ്റിംഗ് ടീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചില സൈഡിൽ അവരുടെ സ്കില്ല് കാണിക്കാൻ ശ്രമിച്ചതായിരിക്കണം, പക്ഷേ അത് ബോറായി തോന്നിയിരുന്നു, എനിക്ക് തോന്നിയതാണ്. പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ 2ാമത്തെ എൻട്രി അതും ഫ്ലോപ്പ്. പിന്നെ അബ്രഹാം ഖുറേഷിയുടെ എൻട്രി കാണിക്കുന്നത് ആദ്യത്തെ എൻട്രിയുടെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. 2ാമത് കാണിക്കുന്ന എൻട്രി ആയിരുന്നു. 2ാമത് അബ്രഹാം ഖുറേഷിയെ കാണിക്കുന്ന സമയത്തായിരുന്നു കുറച്ചുകൂടെ ഒരു എൻട്രി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, അത് മതിയായിരുന്നു. ഇല്ലാത്ത ഹൈപ്പ് കയറ്റാനായിട്ട് ഹെലികോപ്റ്റർ പറന്നു വരുന്നു, വെടിവെക്കുന്നു, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ തോന്നിയതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ കരുതി ഓക്കെ ഫസ്റ്റ് ഹാഫ് കൊണ്ട് തീരും, ഇങ്ങനെയുള്ള ഇതൊക്കെ മാറിയിട്ട് പുതിയൊരു തരത്തിലോട്ട് കഥ പോകും. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് കുറേ വിപരീതമായി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് വരെ കിട്ടിയ അടിയായിരുന്നു അത്. കാര്യം പ്രഡിക്റ്റബിൾ ആയിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റബിൾ ആയിരുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു സസ്പെൻസ് ഉണ്ടായിരുന്നത്. സസ്പെൻസ് ഇല്ലാത്തടത്തോളം കാലം ഈ ഒരു ഇത്രയും ഹൈപ്പ് കയറ്റി വെച്ചൊരു പടം ഒരു യൂഷ്വൽ സ്റ്റോറിയായി മാറുന്നു. പിന്നെ നമ്മളുടെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത പടമായതുകൊണ്ടായിരിക്കണം അബ്രഹാം ഖുറേഷിയെ ഒരു സൈഡിലോട്ട് ഒതുക്കി പൃഥ്വിരാജ് മുമ്പോട്ട് കയറി വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം ഇൻ്റർവെല്ലിന് ശേഷമുള്ളൊരു മാസ് എൻട്രി കൊടുത്തേക്കുന്നത് സയ്യിദ് മസൂദിനാണ്. കൊള്ളാം, അതൊക്കെ ആ ഒരു സീക്വൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക് പറഞ്ഞല്ലോ, നമ്മളുടെ പഴയ പാട്ട് വാറാണ്ട വാറ, ആ പാട്ടൊക്കെ എടുത്ത് ഒരു അനാവശ്യമായിട്ട് പഴയ കണക്കം ഇട്ടിരുന്നാൽ മതിയായിരുന്നു, കാര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് അനാവശ്യമായിട്ട് അതിനകത്ത് വലിച്ചു നീട്ടുകയും കുറുകയൊക്കെ ചെയ്ത് നാശമാക്കിയിട്ടാണ് സിനിമയിൽ പ്രസൻറ്റ് ചെയ്തത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. പിന്നെ എടുത്തു പറയാനുള്ള കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടായില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഗോവർദ്ധൻ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ. നമ്മൾ ലൂസിഫർ കാണുമ്പോൾ അറിയാം ഗോവർദ്ധൻ്റെ റേഞ്ച് എന്താണെന്ന്. എന്ത് കൊടുത്താലും ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് ഇന്ദ്രജിത്ത്. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോഴും എവിടെയൊക്കെയോ ഒരു പോരായ്മ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അബ്രഹാം എന്ന് പറയുന്ന അണ്ടർവേൾഡ് കിങ്ങിൻ്റെ ഫ്രണ്ടായിട്ട് കാണിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂർ. ഇത് നമ്മൾ എന്താ പറയുക, സർക്കസിലൊക്കെ കോമാളികളെ ഒരുക്കി നിർത്തിയേക്കുന്ന കണക്കൊക്കെ ഒരുക്കി നിർത്തി നശിപ്പിച്ച് നാമാവിശേഷമാക്കി കൈ തന്നിട്ടുണ്ട്. ഇന്ദ്രജിത്തും ഈ ആൻ്റണി പെരുമ്പാവൂരും തമ്മിലുള്ളൊരു ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അതിൽ ഇന്ദ്രജിത്ത് ചിരിക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ആൻ്റണി പെരുമ്പാവൂർ കാഴ്ചവെച്ചത്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ബൈജു ഉണ്ട്.
ബൈജു, മണിക്കുട്ടൻ, സുരാജ് ഇവരൊക്കെ പിന്നെയും അത്യാവശ്യം ഭേദത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. ബൈജുവിൻ്റെ കൗണ്ടറുകൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാനായിട്ട് പിന്നെ അങ്ങനെ എടുത്തു പറയാൻ എന്തുവാ, പിന്നെ എല്ലാവരും കാണിക്കുന്ന കണക്ക് തന്നെ എബ്രഹാം ഖുറേഷിയും പൃഥ്വിരാജ്. പിന്നെ ഡയലോഗുകൾ ഒരു രക്ഷയില്ല. ലൂസിഫർ എങ്ങനെയായിരുന്നു അതേ കണക്കൊക്കെ മാറ്റിയും തിരിച്ചും ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ലൂസിഫറാണ് കുറച്ചുകൂടെ ബെറ്റർ. രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിന് ഒരു രണ്ടാം ഭാഗം ഇറക്കാതിരിക്കുന്നതായിരുന്നു ഇതിലും നല്ലത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഹെലികോപ്റ്റർ ഷോട്ടുകൾ, ഡ്രോൺ ഷോട്ടുകൾ, പിന്നെ ജതിൻ രാംദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അത് പറയണമല്ലോ, ടോവിനോ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്ത ക്യാരക്ടറിനെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കൊടുത്ത എല്ലാ ക്യാരക്ടറും അതിനെ തന്നെ. ഇപ്പം മഞ്ജു വാര്യരാണെങ്കിലും ലാലേട്ടനാണെങ്കിലും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് ഹൈപ്പുണ്ട്, നല്ല ഹൈപ്പ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും എബ്രഹാം ഖുറേഷിയുടെ കഥയല്ല, സയ്യിദ് മസൂദിൻ്റെ കഥയാണ്. ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയില്ല. ഗൂസ് ബംസ് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ചെറിയ 1-2 സീനുകൾ മാത്രം ഒതുങ്ങിപ്പോയ ഗൂസ് ബംസ്. പക്ഷേ അതേസമയം നമ്മൾ ലൂസിഫറിനകത്ത് തുടക്കം മുതൽ തീരുന്നിടം വരെ ഉണ്ടായൊരു എനർജി ഉണ്ട്, കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവൽ പഞ്ച്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, അങ്ങനൊരു സാധനമേ ഇല്ല. അത്രയ്ക്ക് സൂപ്പറായിരുന്നു, കൊള്ളത്തില്ല. ഇൻ്റർവെല്ലിനൊരു പഞ്ചില്ലാത്ത രീതിയിൽ ഇറക്കി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ തന്നു. ഇൻ്റർവെല്ലിന് എന്ത് പഞ്ചുണ്ടാകുന്ന ഇത് സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് മാത്രം എന്നെ തെരുവിളിക്കാൻ വരിക. ഓക്കെ.